കൈക്കൂലി കേസിൽ മുൻ റവന്യൂ ഉദ്യോഗസ്ഥന് 7 വർഷം തടവും 2000 രൂപ പിഴയും. പന്തളം മുനിസിപ്പാലിറ്റി മുൻ റവന്യൂ ഇൻസ്പെക്ടറും പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശിയുമായ റെജി ജോർജിനെതിരെയാണ് കൊല്ലം വിജിലൻസ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. എം മനോജ് ചേരുകയാണ്. മനോജ്, ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നത്? ഇയാൾ ചെയ്ത ക്രമക്കേടെന്താണ്? ഗൗതം, ഈ പത്തനംതിട്ട പന്തളം മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടറാണ് ഈ റെജി ജോർജ്. കൈപ്പറ്റൂർ സ്വദേശിയാണ്. അതായത് 2017 കാലഘട്ടത്തിൽ ഈ പന്തളം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ കുടുംബ സ്വത്തിൽ നിന്നും ഭാഗം വെച്ച് കിട്ടിയ വീടിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് വേണ്ടി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ജീവനക്കാരെ സമീപിച്ചത്. ഈ മുനിസിപ്പാലിറ്റിയിലെ തന്നെ ഈ റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചത്. പക്ഷേ ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 30,000 രൂപ കൈക്കൂലിയായി നൽകണമെന്ന് ഈ റവന്യൂ ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടതായാണ് പരാതി. അതിനു പിന്നാലെ തന്നെ 2,000 രൂപ ഈ റവന്യൂ ഇൻസ്പെക്ടറായിട്ടുള്ള റെജി ജോർജ് ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിരുന്നു. ഈ വാങ്ങുന്ന സമയം തന്നെ പത്തനംതിട്ടയിലെ വിജിലൻസ് യൂണിറ്റ് ഇയാളെ കൈയോടെ പിടിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായത്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലം വിജിലൻസ് കോടതിയിലായിരുന്നു ഈ കേസിൻ്റെ ശിക്ഷാവിധി പ്രസ്താവിച്ചത്. വിജിലൻസ് കോടതി ജഡ്ജായിട്ടുള്ള ഡോക്ടർ CS മോഹിതായിരുന്നു ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചത്. അതായത് 7 വർഷം സാധാരണ തടവും 20,000 രൂപ പിഴയുമാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് ശിക്ഷ വിധിക്കുകയുമായിരുന്നു. എന്തായാലും വിജിലൻസിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജനാണ് ഹാജരായത്. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം വിജിലൻസ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഈ പന്തളം മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന റെജി ജോർജാണ് ഇതിൽ കുറ്റക്കാരൻ. റെജി ജോർജിനെയാണ് കൊല്ലം വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. ഓക്കെ മനോജ്, റെജി ജോർജിനെതിരെ കുറ്റം തെളിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോടതി നടപടിയിലേക്ക് കടന്നത്. എം മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്.